ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. ഫസ്റ്റ് വീഡിയോയിൽ ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. രണ്ടാമത്തെ വീഡിയോയിൽ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. മൂന്നാമത്തെ വീഡിയോയിൽ +1 +2 വിവിധ എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളും അതിൻ്റെ വാല്യൂസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻസ് ആണ്. +1 എക്സാമിന് വരാൻ സാധ്യതയുള്ള 90% ക്വസ്റ്റ്യൻസും അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു വീഡിയോ. ലോ ഓഫ് കൊസൈൻ ആൻഡ് ലോ ഓഫ് സൈൻ. വളരെ രസകരമായ ചോദ്യങ്ങളാണ് ഈ ലോ ഓഫ് കൊസൈനും ലോ ഓഫ് സൈനുമായിട്ട് നമുക്ക് വരാറുള്ളത്. ഉദാഹരണമായി, ഒരു കാറ്റ് വന്നിട്ട് ഒരു മരം പൊട്ടി വീഴുന്ന സമയത്ത് ആ മരം തറയുമായി ഉണ്ടാക്കുന്ന ഒരു കോണ് 30 ഡിഗ്രി ആണെങ്കിൽ മരം തറയിൽ തൊട്ട സ്ഥലത്ത് നിന്നും മരത്തിൻ്റെ അഗ്രത്തേക്കുള്ള ദൂരം ഒരു 8 മീറ്ററുമാണെങ്കിൽ മരത്തിൻ്റെ ഉയരം എത്ര എന്നുള്ള രീതിയിലുള്ള വളരെ രസകരമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നത് ലോ ഓഫ് സൈൻ എന്ന ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് +1 മാത്സിൽ നിന്നും ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ രസകരമായി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ലോ ഓഫ് സൈൻ എന്താണെന്ന് നോക്കാം. ഒരു ട്രയാങ്കിൾ ABC എടുത്തു. AC എന്ന സൈഡിലേക്ക് ബിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതിന് H1 എന്ന് കൊടുത്തു. ഇപ്പോൾ നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ A സമം ഓപ്പോസിറ്റ് സൈഡ് H1 ആണ്, ഹൈപ്പോട്ടന്യൂസ് C ആണ്. സൈൻ A സമം H1/C. സൈൻ C സമം ഓപ്പോസിറ്റ് സൈഡ് ഈ ട്രയാങ്കിൾ H1 ആണ്, ഹൈപ്പോട്ടന്യൂസ് A ആണ്, H1/A. അപ്പോൾ H1 = C sin A എന്നും H1 = A sin C എന്നും ലഭിക്കും. രണ്ട് H1 ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് C sin A = A sin C. അപ്പോൾ sin A/A = sin C/C എന്നെടുത്തു. ഇതേ ട്രയാങ്കിളിൽ തന്നെ മറ്റൊരു പെർപെൻഡിക്കുലർ C എന്ന ആംഗിളിൽ നിന്നും AB എന്ന സൈഡിലേക്ക് വരച്ചു. അതിന് H2 എന്ന് കൊടുത്തു. ഇപ്പോഴും നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ലഭിക്കുന്നുണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തുകൊണ്ട് സൈൻ A സമം ഓപ്പോസിറ്റ് സൈഡ് H2 ആണ്, ഹൈപ്പോട്ടന്യൂസ് B ആണ്. അപ്പോൾ H2/B. സൈൻ B സമം ഓപ്പോസിറ്റ് സൈഡ് H2, ഹൈപ്പോട്ടന്യൂസ് A, H2/A. അപ്പോൾ H2 = B sin A, H2 = A sin B. അപ്പോൾ B sin A = A sin B. sin A/A = sin B/B. ഈ രണ്ട് കേസും നമ്മൾ പരിശോധിച്ചാൽ sin A/A = sin B/B = sin C/C എന്ന് ലഭിക്കും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് സൈൻസ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് A/sin A = B/sin B = C/sin C എന്ന രീതിയിലും പറയാം. അപ്പോൾ ഈ റേഷ്യോസ് എന്തായിരിക്കും? എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ കേസിൽ. ഇവിടെ ശ്രദ്ധിക്കാം, ഒരു ആംഗിളും ആ ആംഗിളിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡും ആണ് കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പം ആംഗിൾ B ആണ് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ C ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്. ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഇവിടെ ലോ ഓഫ് സൈൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോ ഓഫ് കൊസൈൻസ് എന്താണെന്ന് നോക്കാം. ഒരു ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്തു. അവിടെ BC = A, AC = B ആൻഡ് AB = C എന്നും സൈഡുകൾ കൺസിഡർ ചെയ്തു. ഇവിടെ നമ്മൾ AC എന്ന സൈഡിലേക്ക് B എന്ന സൈഡിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പം നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ലഭിച്ചു. ട്രയാങ്കിൾ CDBയും ട്രയാങ്കിൾ ADBയും. ഇത് രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ CDB കൺസിഡർ ചെയ്തപ്പോൾ BC² = BD² + CD² എന്ന് ലഭിക്കും. പൈത്തഗോറസ് തിയറം പ്രകാരം നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ ആണെന്നറിയാം. CD എന്ന ഈ സൈഡ് നോക്കൂ. CD എന്ന സൈഡ്
എ സിയിൽ നിന്നും എ ഡി മൈനസ് ചെയ്തതാണ്. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു എ സി മൈനസ് എ ഡി എന്ന് എഴുതാം. അപ്പോൾ സി ഡി സ്ക്വയറിൽ നമുക്ക് എ സി മൈനസ് എ ഡി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ എ സി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ മൈനസ് 2ac ഇൻറ്റു എ ഡി എന്ന് ലഭിക്കും. ഇതിന് ഞാൻ എ സി സ്ക്വയർ ആദ്യമായിട്ട് എഴുതി, പിന്നെ ബി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ എന്ന് എടുത്തു. ഈ ബി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ എന്താണെന്ന് നോക്കൂ. ഇതാ ബി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലറും ഈ ബേസിൻ്റെയും സ്ക്വയർ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആയിരിക്കും ഈ സിക്ക്. അപ്പോൾ ബി ഡി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ ഇസിക്വൽ നമുക്ക് എ ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ മൈനസ് 2ac ഇൻറ്റു എ ഡി ആണ്. എ ഡി എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ആംഗിൾ കോസ് എ ഡി എന്ന സൈഡ് എന്താണെന്ന് നോക്കാം. കോസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എ ഡി ബൈ എ ബി ആണ്. അപ്പോൾ കോസ് എ ഈസ് ഈക്വൽ ടു എ ഡി ബൈ സി എന്ന് എഴുതാം. കാരണം എ ഡി അഡ്ജസ്റ്റൻറ്റ് സൈഡാണ്, ഹൈപ്പോട്ടന്യൂസ് സി ആണ്. അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു സി കോസ് എ. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂ എ ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ ഡി ഈസ് ഈക്വൽ ടു സി കോസ് എ എന്ന് എഴുതും. നമുക്ക് ഓരോ വാല്യൂ ആയിട്ട് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ബി സി എന്ന് പറഞ്ഞാൽ എ ആണ്, ബി സി സ്ക്വയർ എ സ്ക്വയർ ആയി. എ സി എന്ന് പറഞ്ഞ സൈഡ് ബി ആണ്, അപ്പോൾ ബി സ്ക്വയർ ആയി. എ ബി എന്ന് പറഞ്ഞാൽ സി ആണ്, സി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ സി ബി. ഇത് നമുക്ക് എ ഡിന് നമ്മളിപ്പോൾ സി കോസ് എ എന്ന് നമുക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് എ. ഇതേ രീതിയിൽ നമുക്ക് മറ്റു സൈഡുകളും പ്രൂവ് ചെയ്താൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ca കോസ് ബി, അല്ലെങ്കിൽ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് എ. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കൊസൈൻ എന്ന് പറയുന്നത്. കൊസൈൻ ഫോർമുലയുടെ റിസൾട്ടുകൾ നമുക്കൊന്ന് കൃത്യമായി ഓർക്കാം. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് എ. ഈ ആംഗിൾ എ എന്ന് പറയുമ്പോൾ ആ രണ്ട് സൈഡായ ബിക്കും സിക്കും ഇടയിൽ വരുന്ന ആംഗിൾസ് ആണ്, അത് ശ്രദ്ധിച്ചാൽ മതി. ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. കാരണം ഈ 2bc കോസ് എ ലെഫ്റ്റ് സൈഡിൽ വരുമ്പം പ്ലസ് 2bc കോസ് എ ആവും. ഈ എ സ്ക്വയർ ഇവിടെ വരുന്ന സമയത്ത് മൈനസ് എ സ്ക്വയർ ആവും. അപ്പോൾ കോസ് എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2bc. ഇതേ രീതിയിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac കോസ് ബി. കോസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ac. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് സി. കോസ് സി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ab. നമുക്കൊരു പ്രോബ്ലം പരിശോധിക്കാം. ലോ ഓഫ് സൈനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കൂ. A tree breaks due to the storm and the broken part bends so that the top of the tree touches the ground, making an angle 30 degrees with it. The distance between the foot of the tree to the point where the top touches the ground is 8 meters. Find the height of the tree. ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്താണെന്ന് പരിശോധിക്കാം. ഇവിടെ എ ബി ആണ് ട്രീ ആയിട്ട് കൺസിഡർ ചെയ്ത്. കാറ്റ് വന്നിട്ട് സി എന്നൊരു പോയിന്റിൽ വെച്ചിട്ട് ഈ ട്രീ ബെൻഡാവുകയാണ്. ബെൻഡായി ഇതാ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തു. ഈ സമയത്ത് ഗ്രൗണ്ടുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ടച്ച് ചെയ്ത ഈ പോയിന്റിൽ നിന്നും ട്രീയിലേക്കുള്ള ഡിസ്റ്റൻസ് 8 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രീയുടെ ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എ ഡി സി. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സി ഡി എന്ന ഹൈപ്പോട്ടന്യൂസും ബി സിയും ഈക്വലാണ്. ഇതാ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ. ഇല്ല, ആ ബി സിയുടെ അതേ ലെങ്ത് തന്നെയാണ് സി ഡി. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ ഒരു സൈഡ് നമുക്ക് 8 മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. മറ്റ് 2 സൈഡ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ലോ ഓഫ് സൈൻ നമ്മളെ ഹെൽപ്ഫുൾ ആവുന്നത്. ലോ ഓഫ് സൈൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ആംഗിളും ആ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡും. അപ്പോൾ ഇവിടെ സി ഡി എന്ന സൈഡ് എടുത്തു. ആ സി ഡി എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ
എ ആണ്. അപ്പോൾ സി ഡി ബൈ എ ആംഗിൾ സൈൻ എ ഈസ് ഈക്വൽ ടു എ ഡിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ സി ആണ്. അപ്പോൾ എ ഡി ബൈ സൈൻ സി ഈസ് ഈക്വൽ ടു എ സി ബൈ സൈൻ ഡി. നമുക്കറിയാം ആംഗിൾ എ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അതേമാതിരി ആംഗിൾ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രിയും. കാരണം സം ഓഫ് ദി ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ സി ഡി ബൈ 90 ഡിഗ്രി ഈക്വൽ ടു എ ഡി 8 മീറ്റർ ആണെന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 8 ബൈ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു എ സി ബൈ 30 ഡിഗ്രി. സൈൻ 90 ഈസ് ഈക്വൽ ടു വാല്യൂ 1 ആണ്. സൈൻ 60യുടെ വാല്യൂ √3/2 ആണ്. അതേ രീതിയിൽ സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. പാർട്ട് 4 വീഡിയോയിൽ ഈ വാല്യൂസ് എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാല്യൂസ് കൃത്യമായി അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ പാർട്ട് 4 വീഡിയോ കണ്ടിട്ട് ആ വാല്യൂസ് ഒന്ന് കൃത്യതപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ഈ വാല്യൂസ് പഠിക്കാനുള്ളൊരു ട്രിക്ക് പാർട്ട് 4 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 8 ഡിവൈഡഡ് ബൈ √3/2. എ ഡിവൈഡഡ് ബൈ ബി ബൈ സി ആണെങ്കിൽ എ സി ബൈ ബിയും എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ആണെങ്കിൽ എ ബൈ ബി സിയുമാണ്. ഒന്നും കൂടി പറയാം. എ ഡിവൈഡഡ് ബൈ ബി ബൈ സി ആണെങ്കിൽ എ സി ബൈ ബിയും എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ആണെങ്കിൽ എ ബൈ ബി സിയുമാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് 8 ഡിവൈഡഡ് ബൈ √3/2 എന്ന് പറഞ്ഞാൽ ഈ 2 മുകളിൽ പോവും. അപ്പോൾ നമുക്ക് 8 × 2 16 ബൈ √3 എന്ന് ലഭിക്കും. അതേ രീതിയിൽ എ സി ബൈ 1/2 എന്ന് പറയുമ്പോൾ ഈ 2 മുകളിലേക്ക് പോവും. അപ്പം 2 എ സി എന്ന് ലഭിക്കും. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു 16 ബൈ √3 ഈസ് ഈക്വൽ ടു 2 എ സി എന്ന് ലഭിക്കും. ഇനി നമുക്ക് എ ബിയുടെ ലെങ്ത്ത് നോക്കാം. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി പ്ലസ് എന്താണ് ബി സി ആണ്. എ സി നമുക്ക് എത്രയാണെന്ന് ഇപ്പോൾ പറഞ്ഞു. ബട്ട് 16 ബൈ √3 ഈസ് ഈക്വൽ ടു 2 എ സി ആണ്. എ സി ഈസ് ഈക്വൽ ടു 16 ബൈ √3ൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 8 ബൈ √3 എന്ന് ലഭിക്കും. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എ സി പ്ലസ് അപ്പോൾ 8 ബൈ √3 പ്ലസ് ബി സിയുടെ നീളം നമുക്ക് 16 ബൈ √3. അപ്പോൾ 8 ബൈ √3 പ്ലസ് 16 ബൈ √3 ഈസ് ഈക്വൽ ടു 25 ബൈ √3. √3 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 24 × √3/3 ഈസ് ഈക്വൽ ടു 8 × √3. √3യുടെ വാല്യൂ അപ്രോക്സിമേറ്റ് ആയിട്ട് 1.73 എടുത്തു. അപ്പോൾ 8 × 1.73 ഈസ് ഈക്വൽ ടു 13.84 മീറ്റർ ആണ് ഈ ട്രീയുടെ ഉയരം. നമുക്ക് ലോ ഓഫ് സൈനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നോക്കാം. tan a മൈനസ് b/2 ഈസ് ഈക്വൽ ടു a മൈനസ് ബി ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഇൻറ്റു കോട്ട് c/2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നത് ആംഗിളും സ്മോൾ ലെറ്റർ കൊടുത്തിരിക്കുന്നത് സൈഡുമാണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും സൈഡുമാണ്. കാരണം ആംഗിൾ എക്ക് നേരെ ഓപ്പോസിറ്റുള്ള സൈഡായിട്ടാണ് എ കൺസിഡർ ചെയ്ത്. അപ്പോൾ ലോ ഓഫ് സൈൻ പ്രകാരം നമുക്ക് എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു സി ബൈ സൈൻ സി ഈസ് ഈക്വൽ ടു സം കെ എന്ന് എഴുതാം. ഇതിൽ നിന്നും ഫസ്റ്റും ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു കെ സൈൻ എ എന്ന് എഴുതാം, ബി ഈസ് ഈക്വൽ ടു കെ സൈൻ ബി എന്ന് എഴുതാം, സി ഈസ് ഈക്വൽ ടു കെ സൈൻ സി എന്ന് എഴുതാം. ഈ റിസൾട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എ ഈസ് ഈക്വൽ ടു കെ സൈൻ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ബി ഈസ് ഈക്വൽ ടു കെ സൈൻ ബി എന്നും. അപ്പോൾ കെ സൈൻ എ പ്ലസ് കെ സൈൻ ബി, കെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുന്നു, കെയും കെയും. അപ്പോൾ കെ ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു സൈൻ എ പ്ലസ് സൈൻ ബി. കെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സൈൻ എ മൈനസ് സൈൻ ബി ഡിവൈഡഡ് ബൈ സൈൻ എ പ്ലസ് സൈൻ ബി. അപ്പോൾ സൈൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു നമുക്കറിയാം 2 cos a പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 ആണ്. സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഇവിടെ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് ന്യൂമറേറ്ററിൽ കോസ് എ പ്ലസ് ബി ബൈ 2, ഡിനോമിനേറ്ററിൽ സൈൻ എ പ്ലസ് ബി ബൈ 2. സൈൻ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റയാണ്. അപ്പോൾ കോസ് എ പ്ലസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ പ്ലസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു കോട്ട് എ പ്ലസ് ബി ബൈ 2. ഇതേ രീതിയിൽ സൈൻ എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു ടാൻ എ മൈനസ് ബി ബൈ 2. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു ട്രയാങ്കിൾ എ ബി സിന്
ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയോടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് സി. എ പ്ലസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു 180 മൈനസ് സി ബൈ 2. 180 ബൈ 2 ഈസ് ഈക്വൽ ടു 90. അപ്പോൾ 180 ബൈ 2 ഈസ് ഈക്വൽ ടു 90 മൈനസ് സി ബൈ 2 എന്ന് എഴുതാം നമുക്കിതിന്. അപ്പോൾ എ പ്ലസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു അതിന് പകരം നമുക്ക് 90 മൈനസ് സി ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ കോട്ട് 90 മൈനസ് സി ബൈ 2 ഈസ് ഈക്വൽ ടു 10 സി ബൈ 2 ആണ്. അപ്പോൾ 10 സി ബൈ 2 ഇൻറ്റു 10 എ മൈനസ് ബി ബൈ 2 എന്ന് ലഭിക്കും. അപ്പോൾ എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 10 സി ബൈ 2 ഇൻറ്റു 10 എ മൈനസ് ബി ബൈ 2. ഇവിടെ നമ്മൾ ഈ 10 സി ബൈ 2നെ നമ്മൾ സമത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 1 ബൈ 10 സി ബൈ 2 എന്ന് ലഭിക്കും. 1 ബൈ 10 സി ബൈ 2 എന്ന് പറഞ്ഞാൽ കോട്ട് സി ബൈ 2 ആണ്. ഇതാണ് നമ്മളോട് ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട്. അടുത്തത് ലോ കൊസൈനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. ഇൻ എനി ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് കോസ് എ ബൈ എ പ്ലസ് കോസ് ബി ബൈ ബി പ്ലസ് കോസ് സി ബൈ സി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2abc. ലോ കൊസൈൻസിൻ്റെ റിസൾട്ടുകൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ കോസ് എ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2bc എന്ന് എഴുതാം. അതേമാതിരി കോസ് ബി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ca. അതുപോലെ കോസ് സി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ab. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ എ വരുന്ന സമയത്ത് ഇത് ബി സ്ക്വയർ മൈനസ് നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ലോ ഓഫ് കൊസൈൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോസ് എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 2bc എന്ന രീതിയിലും എഴുതാമെന്ന്. അതേമാതിരി കോസ് ബി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2ca. കോസ് സി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ 2ab. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തന്ന് കോസ് എ ബൈ എ പ്ലസ് കോസ് ബി ബൈ ബി പ്ലസ് കോസ് സി ബൈ സി ഈസ് ഈക്വൽ ടു ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2bca, സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2cab, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2abc എന്ന് ലഭിക്കും. ഇവിടെ ശ്രദ്ധിച്ച് നോക്കും, ഡിനോമിനേറ്ററിൽ എന്തായാലും 2abc ആണ്. അപ്പം 2abc കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ ഒരു പ്ലസ് ബി സ്ക്വയർ, ഇതിൽ ഒരു മൈനസ് ബി സ്ക്വയറും ക്യാൻസൽ ആവുന്നുണ്ട്. അതുപോലെ ഒരു പ്ലസ് സി സ്ക്വയറിന് ഒരു മൈനസ് സി സ്ക്വയർ ഉണ്ട്. അതേമാതിരി ഒരു മൈനസ് എ സ്ക്വയറിന് ഒരു പ്ലസ് എ സ്ക്വയർ ഉണ്ട്. അപ്പം ന്യൂമറേറ്ററിൽ പിന്നെ ബാക്കി വരുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2abc. ഒരിക്കൽ പോലും ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നാൽ ഒരു ടഫ് പ്രോബ്ലം ആണെന്ന് കരുതരുത്. ആ റിസൾട്ട് ഒന്ന് ഓർത്തിരുന്നാൽ മതി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. കാരണം ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പല കുട്ടികൾക്കും വളരെയധികം പ്രയാസമുള്ള ഏരിയ ആണ്.